പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ ഒരു കത്ത് എങ്ങനെ പുറത്തു വരുന്നു? അതെങ്ങനെ കോടതിയിൽ തെളിവായി ഹാജരാക്കാൻ കഴിയുന്നു? ഇക്കാര്യങ്ങളിൽ പരാതിക്കാരനായ ഷർഷാദ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഒന്ന്, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തുമായി രാജേഷ് കൃഷ്ണയ്ക്ക് അടുത്ത ബന്ധമുണ്ട്. ഈ ബന്ധം ഉപയോഗിച്ചാകാം ഒരുപക്ഷെ കത്ത് പുറത്തു വന്നത്. ഒപ്പം രാജേഷ് കൃഷ്ണയുടെ അഭിഭാഷകൻ BJP ബന്ധമുള്ളയാളാണ്. അങ്ങനെയാകാം ഒരുപക്ഷെ ഈ കത്ത് തെളിവായി കോടതിയിൽ എത്തിയത്. അതായത് ഓൾറെഡി ഒരു പരാതി ചോർന്നു എന്നുള്ള ഒരു കംപ്ലൈന്റ് അന്വേഷിക്കണം. ഇതെങ്ങനെ ചോർന്നു, ഇതെങ്ങനെ കോടതിയിൽ എവിഡൻസ് ആയിട്ട് എത്തി എന്നുള്ളത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് അയച്ച മെയിലും കൂടെ ചോർന്നിരിക്കുകയാണ്. പിന്നെ ഞാൻ സംശയിക്കുന്നത് ആ പുള്ളിയുടെ രാജേഷ് കൃഷ്ണയുടെ വക്കീൽ അഡ്വക്കേറ്റ് ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളാണ്. ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പശ്ചാത്തലമുള്ള ആളാണ്. ചിലപ്പോൾ ഇന്റൻഷനലി കൊടുത്തതുമായിരിക്കാം. രാജേഷ് കൃഷ്ണയെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം കൂടി ഷർഷാദ് ഉയർത്തുന്നുണ്ട്. രാജേഷ് കൃഷ്ണക്കെതിരെ ആരോപണങ്ങൾ നേരത്തെ MV ഗോവിന്ദനെ കണ്ട് നേരിട്ട് അറിയിച്ചതാണ്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ രാജേഷ് കൃഷ്ണയെ പാർട്ടി വേദിയിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു. പക്ഷേ അത്തരം ഒരു നടപടിയും MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം ഉണ്ടായിട്ടില്ലെന്നും കൂടി ഷർഷാദ് ആരോപിക്കുന്നുണ്ട്. സെക്രട്ടറിനെ ഒരു കാരണവശാലും ഞാൻ ഒരു ഇതും പറയില്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ചിലപ്പം മകനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൗനം പാലിക്കുന്നതായിരിക്കാം. കാരണം അല്ലെങ്കിൽ മദ്രാസ് അപ്പോളോ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കോടിയേരി അഡ്മിറ്റായ സമയത്ത് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് മാഷെ കണ്ടപ്പോൾ ഞാൻ എല്ലാ കഥകളും നമ്മൾ റൂമിലിരുന്ന് പറഞ്ഞു കൊടുത്തതാണ്. അന്വേഷിക്കാമെന്ന് പറഞ്ഞു മാഷോട് അന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു പോയ മനുഷ്യനാണ്. പിന്നെ ഞാൻ പല പ്രാവശ്യം AKG സെന്ററിൽ പോയിട്ട് പോലും പുള്ളി ഇല്ല, കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ച് അയക്കുക ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും രാജേഷ് കൃഷ്ണയ്ക്ക് പിടിപാടുണ്ട്. P ശശി ഇടപെട്ട് താൻ നൽകിയ പരാതിയിൽ കേസെടുക്കാതെ അവസാനിപ്പിച്ചെന്നും ഷർഷാദ് ആരോപിക്കുന്നു. P ശശിക്ക് ഒരു കണ്ണൂരിലൊരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റ് മുഖേന രാജേഷിന്റെ ഫണ്ടുകൾ എന്തെല്ലോ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉണ്ടല്ലോ, P ശശിന്റെ മകൻ നിർവഹിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ട്രസ്റ്റിന്റെ ഫണ്ടൊക്കെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ രാജേഷിന് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അത് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെതിരെയും ഷർഷാദ് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. മന്ത്രി ഇടപെട്ട് തന്റെ അക്കൗണ്ട് പൂട്ടിച്ചു. ഒപ്പം രാജേഷ് കൃഷ്ണ സർക്കാർ പദ്ധതികളിൽ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണം കൂടി ഷർഷാദ് ഉയർത്തുന്നു. ഞാൻ എടുത്ത ഒരു വർക്കിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് ഞാൻ അറിയാതെ തോമസ് ഐസക്കിനെ കൊണ്ട് ക്ലോസ് ചെയ്യിപ്പിക്കുകയാണ്, ഫെഡറൽ ബാങ്കിന്റെ ചെയർമാനെ വിളിച്ചിട്ട്. അതിനെതിരെ ഞാനിപ്പോൾ ED-യിലും ഇൻകം ടാക്സിലും പരാതി കൊടുത്തിട്ടുണ്ട്. അത് പരാതി ലൈവിലുണ്ട്, ഇപ്പോഴും അത് അന്വേഷണം നടക്കുന്നുണ്ട്. തനിക്കെതിരെ സൈബർ ഭീഷണി ഉണ്ടെങ്കിലും പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ഷർഷാദ് വ്യക്തമാക്കുന്നത്. ആരോപണങ്ങളിൽ MV ഗോവിന്ദൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. കണ്ണൂരിൽ നിന്നും വിനോദ് മൊറാർക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.